എന്നുള്ളത് ഒരു ടെക്നിക്കാണ്. അതായത് നമ്മുടെ ഫേഷ്യൽ എസ്തെറ്റിക്കിനെയും ജോ ലൈനെയും ഇംപ്രൂവ് ചെയ്യാനുള്ള ടങ് പോസ്റ്റർ ടെക്നിക്കാണ്. അതായത് നമ്മുടെ നാക്ക് വായുടെ റൂഫിന് മുകളിൽ ചേർത്ത് വെക്കുന്നത്. ഇതെങ്ങനെ നമുക്കും ചെയ്യാം, ഇത് ശരിയായി ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമോ, അതുപോലെ ഇതിന് സൈഡ് എഫക്ട് ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അതിനു മുമ്പേ മെൻസിന്റെ അട്രാക്റ്റീവ് ആൻഡ് ഗ്ലോ അപ്പ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്താണ് മീവിംഗ്? മീവിംഗ് ആദ്യമായി കൊണ്ടുവന്നത് ഡോക്ടർ ജോൺ മീവ് എന്ന വ്യക്തിയാണ്. മീവിംഗ് കൺസെപ്റ്റ് പബ്ലിക് ചെയ്ത സമയത്ത് ആരും ഇത് വിശ്വസിച്ചിരുന്നില്ല. ഇതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് കണ്ടതിന് ശേഷം ആളുകൾ ഇത് വിശ്വസിച്ചു തുടങ്ങി. എങ്ങനെ കറക്റ്റായി മീവിംഗ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഈ പറയാൻ പോകുന്ന സിമ്പിൾ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്തേക്കുക. സ്റ്റെപ്പ് 1 എന്നുള്ളത് ഫൈൻഡ് ദ കറക്റ്റ് പൊസിഷൻ. നാക്ക് മുകളിൽ വെക്കുമ്പോൾ കറക്റ്റ് പൊസിഷൻ ആയിരിക്കണം. മീവിംഗ് ചെയ്യുന്നതിന് മുമ്പേ നാക്ക് വെക്കേണ്ട മുകൾ ഭാഗമായ ടൺ റൂഫിന്റെ സ്ഥാനം കറക്റ്റ് കണ്ടെത്തുക. നാക്ക് മുകളിൽ വെക്കുമ്പോൾ നാക്കിന്റെ മുൻഭാഗം മുകളിലത്തെ പല്ലിന്റെ ബാക്കിലായി തട്ടി നിൽക്കണം. അതുപോലെ നമ്മുടെ നാക്ക് പരന്ന രീതിയിൽ മുകളിൽ തട്ടിയിരിക്കണം. അതിനുശേഷം നമ്മുടെ ചുണ്ടുകൾ രണ്ടും കൂട്ടിമുട്ടുന്ന രീതിയിൽ തന്നെ ഇരിക്കണം. സ്റ്റെപ്പ് 2 എന്നുള്ളത് ബ്രീത്ത് യുവർ നോയ്സ്. അതായത് മൂക്കിൽ കൂടി ശ്വസിക്കുക. അതായത് നമ്മൾ മീവ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ തമ്മിൽ ലോക്കായിരിക്കും, അതുപോലെ നാക്ക് മുകളിലായിരിക്കും. അതുകൊണ്ട് വായിലൂടെ ശ്വാസം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മൂക്കിൽ കൂടി ശ്വസിക്കുക. സ്റ്റെപ്പ് 3 എന്നുള്ളത് റിലാക്സ് യുവർ ജോ. അതായത് നമ്മുടെ താടിയെല്ലിനെ റിലാക്സ് ആക്കി വെക്കുക. മീവിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോ ലൈൻ റിലാക്സ് ആണെന്നും കട്ടിയായിട്ടല്ല ഇരിക്കുന്നതെന്നും ഉറപ്പുവരുത്തുക. നമ്മുടെ ജോ ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മീവിംഗ് പ്രോസസ് നടക്കില്ല, പകരം നമുക്ക് താടിയെല്ലിന് വേദന ഉണ്ടാകുകയുള്ളൂ. ഇതിലൂടെ നമ്മുടെ ജോ ലൈൻ ഇംപ്രൂവ് ആകില്ല. അതുകൊണ്ട് താടിയെല്ലിനെ റിലാക്സ് ആക്കി വെക്കുക. സ്റ്റെപ്പ് 4 എന്നുള്ളത് പ്രാക്ടീസ് ആൻഡ് കൺസിസ്റ്റൻസി ആണ്. അതായത് മീവിംഗ് എന്നുള്ളത് നല്ലൊരു പ്രാക്ടീസിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. 5 മിനിറ്റ് മീവിംഗ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ഒരു ദിവസം ഒരാഴ്ച ചെയ്താലൊന്നും പോരാ. തുടർച്ചയായി ഒരുപാട് നേരം മീവിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും കുറച്ചു നേരം മീവിംഗ് ചെയ്ത് പ്രാക്ടീസ് ആക്കി എടുക്കുക. അതിനുശേഷം കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എങ്കിലേ നമുക്ക് മീവിംഗ് ചെയ്യുന്നതിലൂടെ റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ 4 ടിപ്സ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുക. ഇത് നമ്മുടെ ജോലൈനെയും ഫേഷ്യൽ ഫീച്ചറിനെയും ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം എടുത്തു പറയാം, നിങ്ങൾക്ക് ഓവർ ഫേസ് ഫാറ്റ് ഉള്ള ഒരാളാണെങ്കിൽ മീവിംഗ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. അത് മാറ്റാനായി നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ ബോഡി ഫാറ്റ് കുറയുന്നതോടൊപ്പം നിങ്ങളുടെ ഫേസ് ഫാറ്റും കുറയുന്നു. ഇതിലൂടെ നിങ്ങൾ മീവിംഗ് കൂടെ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ജോലൈൻ വരുന്നതായിരിക്കും. മീവിംഗ് ചെയ്യുമ്പോൾ ഏകദേശം എത്ര ടൈം ഇതിന് വേണ്ടി വരും എന്ന് കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം കുറഞ്ഞത് 7 മാസം വേണ്ടി വരും, ഏറിയാൽ 2 വർഷം വേണ്ടി വരും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കുറച്ച് സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മീവിംഗ് ചെയ്യുന്നതിലൂടെ സൈഡ് എഫക്ട് കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ഒരുപാട് ആളുകൾക്ക് പേടിയാണ് മീവിംഗ് ചെയ്താൽ മുഖത്തിന്റെ ആകൃതി മാറിപ്പോകുമോ എന്നുള്ളത്. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ മോശം സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകില്ലെന്ന് ഡോക്ടർ ജോ മീവ് തെളിയിച്ചതാണ്. അതുകൊണ്ട് നല്ലൊരു ഫേഷ്യൽ ഫീച്ചർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ മീവിംഗ് ചെയ്ത് തുടങ്ങും.